ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി കുക്കീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടെക്സ്ചറിൽ അതിനേക്കാളും ഭംഗിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റവ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന റവ കുക്കീസിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ ഫ്രൈങ് പാനിലാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിലാണ് റവ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വറുത്ത റവയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. വറുത്തതാകുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് സെയിം അളവിൽ തന്നെ അരക്കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ. പക്ഷേ മൈദ ആകുമ്പോൾ ഒന്നുകൂടി ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റൊക്കെ വരും. അടുത്തത് 1/3 കപ്പ് അളവിൽ പഞ്ചസാര പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര എടുത്ത് പൊടിച്ചതിന് ശേഷം അളവാണ് പറഞ്ഞിട്ടുള്ളത്. 1/3 എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഓയിൽ ഒഴിച്ച് ചെയ്യുമ്പോൾ. ഇതിന് പകരം ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഇഷ്ടമുള്ളത് എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ചേർക്കുന്നതിനാണ് കേട്ടോ. ചൂടാക്കിയിട്ട് ചേർക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാല് 1/4 കപ്പ് എല്ലാ പൊടിക്കും അളവിൽ വ്യത്യാസം വരും കേട്ടോ. നിങ്ങൾ എടുക്കുന്ന റവയും പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരും. അങ്ങനെയാണെങ്കിൽ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് വേണം കേട്ടോ. നന്നായിട്ട് നമ്മൾ ചപ്പാത്തി മാവിൽ ഒരല്പം ലൂസായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെച്ചാൽ മതി. അങ്ങനെ ഇതുപോലെ കുഴച്ചിട്ട് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിൽ നിന്ന് ചെറിയൊരു ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ നന്നായിട്ട് ഓയിലോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഒന്നങ്ങ് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒന്നിക്കലും നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് തന്നെ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഡിസൈന് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. എങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഡിസൈൻ കൊടുക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ. കത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴോട്ടേക്ക് എല്ലാ സൈഡിലും ഗ്യാപ്പിട്ട് ഒന്നങ്ങ് വര ഇട്ട് കൊടുക്കുക. ആഴത്തിൽ വരാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് മുകളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വര ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ. നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. നല്ല മുഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ ആക്കി വെക്കട്ടെ അതിൽ നിന്ന്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ പോരെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡിസൈന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ കൊടുക്കുക കേട്ടോ. പല ടൈപ്പ് നമ്മൾ കുക്കീസിന് കൊടുക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എണ്ണ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ കുക്കീസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രത്തോളം പാനിൽ കൊള്ളുന്നോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓവർ ടൈറ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ചെറുതായിട്ട് വീർക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് പൊങ്ങി വരാനൊക്കെയുള്ള ഗ്യാപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സെറ്റായി കിട്ടുന്നവർ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടാകും. കാരണം റവയൊക്കെ അല്ല, അതുകൊണ്ട് തന്നെ. എന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഓവർ തീ കൂട്ടിയിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടി നിൽക്കണ്ട. ലോ ടു മീഡിയത്തിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് സമയം നന്നായിട്ട് കുക്ക് ചെയ്താലാണ് ബിസ്ക്കറ്റ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലും നല്ലൊരു ക്രിസ്പായിട്ടും കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ തീ കൂട്ടി വെച്ച് ചെയ്തതിന് പുറം ഭാഗം കരിഞ്ഞാവും, പക്ഷേ ഉള്ളിലൊന്നും ആ ഒരു കറക്റ്റ് ടെക്സ്ചറൊന്നും വന്ന് കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചൊന്ന് വീർത്ത് ആ ഒരു കറക്റ്റ് മുകൾ ഭാഗമൊക്കെ നല്ല ഭംഗിയായി വന്നില്ലേ. ആ ഒരു ടൈമിൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും തിരിച്ചും മറിച്ച് ഇടയ്ക്കിടെ ഇട്ടിട്ട് നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ കളർ എല്ലാവർക്കും അറിയാമല്ലോ, ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കുന്നത് ആ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കീസ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ എടുക്കാൻ നോക്കട്ടെ. ഇതിപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല, എന്നാൽ അത്യാവശ്യം നല്ല ഭംഗിയുമില്ലേ. ആ ഒരു മുകൾ ഭാഗമൊക്കെ നമ്മൾ കട്ടിങ് കൊടുത്തില്ലേ, അതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഈ ഒരു രീതിക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുക്കീസ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു മൊഞ്ച് പോലെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടിയൊന്നും സ്നാക്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കുക്കീസ് അല്ലേ. ഓവണും ബീറ്ററും കാര്യങ്ങളും ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കാണിച്ചു തരാം. അത്രമാത്രം ക്രിസ്പിയാണേ. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്ത് ഉടനെ തന്നെ തൊട്ട് നോക്കുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ കാണുക. കുറച്ചൊരു 5 മിനിറ്റൊക്കെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവർ ശരിക്കും നല്ല ക്രിസ്പി കിട്ടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറക്റ്റ് ടെക്സ്ചറിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്